അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്ക് ഒരു ശത്രു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കും. എന്ത് മച്ചാനിപ്പോ പൊട്ടിച്ചാൻ പൊട്ടിക്കാൻ വന്ന മച്ചാന്റെ എല്ല് പൊട്ടിക്കിടക്കണ്. ഞങ്ങളാരോടും പറയൂല പൊട്ടിയാ. എന്നിട്ട് ഒരു ഉടുപ്പില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കണ ശാപം. നോക്കി നടക്കട്ടെ, ചോര കുടിക്കാൻ അട്ടയുണ്ടാവും. അത് ഉപ്പിട്ടാ മതി. പിന്നെ എവിടെ കഞ്ഞിലിടാൻ ഉപ്പന്നില്ല, പിന്നെയാണ് അട്ടയ്ക്ക്. നടന്നു വന്നതിലും ഭേദം നമുക്ക് കുതിരപ്പുറത്ത് പോകുന്ന പോരാർന്ന. യുദ്ധത്തിന് വേണ്ടി നമ്മളൊരു ടൂറിസ്റ്റ് ബസ് വാങ്ങണം. യുദ്ധത്തിന് വരുമ്പോഴെങ്കിലും തനിക്കൊരു നിക്കറിട്ടൂടെ? ഇടാൻ മറന്നുപോയതാ. ക്രൂസ് ചെയ്ത നടന്ന് ഹിമാലയ എത്തിയോ? ഹിമാലയൻ കോട്ടയത്തിന് ഇത്ര അടുത്തായിരുന്ന. ഒന്ന് വേഗം വരും മിണ്ടാതെ. ഇവിടെ ആരുമില്ലല്ലോ. ഇനി നമ്മൾ തന്നെ 2 ടീമിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമോ? നമ്മളിനി വല്ല ക്രിക്കറ്റിനാണോ വന്നത്? ഇത് മറ്റേ സാധനമല്ലേ? എനിക്ക് ബാറ്റ് ചെയ്യാൻ അറിയില്ല മനുഷ്യൻ. എന്റെ ബൂട്ടില്ലല്ലോ. അയ്യോ, എനിക്ക് ബോർഡൊന്നും അറിയില്ലട്ടോ. പിന്നെ എവിടെ കുന്തം വിട്ടിട്ട് നേരെ ഓണില്ല, പിന്നെ ബോള്. കീപ്പർ കണ്ടുവരോ? ക്രിക്കറ്റ് അല്ല 2 മണിയിലും നമ്മൾ ജയിക്കാൻ പോണില്ലല്ലോ. 0 വെട്ടാണെങ്കിൽ ജയിച്ചാനെ. ചേർന്നോക്കി പൊട്ടിക്കിട്ടാ ഞാൻ. നേനാ നിന്റെ കുതിര മനുഷ്യൻ. ഞാൻ ആരാന്ന് മനസ്സിലായ? ഹെൽമെറ്റ് വെച്ചിട്ടാണ് ചോദിക്കണേ. അത് ശരിയല്ല. ഇനി ചോദിക്ക്. അപ്പൊ ഹെൽമെറ്റ് ഒരിതും വെറുതെ ആയാ? ഇവനെ ഞാൻ ഒരു ക്ലൂ തരോ? ക്ലൂ വേണോ അല്ലേ? ഞാനൊക്കെ നിങ്ങളുടെ അന്തകനായിട്ട് വരും. കാലൻ നിന്റെ അച്ഛൻ. നീ ആരാ? ഞാൻ ആരാന്ന് അറിയണോ അല്ലേ? അങ്ങ് ഒരു കാണിക്ക്. അയ്യേ ഊരണ്ട. ഹെൽമെറ്റ് ആയിരുന്നേ. വീണു. അതൊക്കെ മാറ്റി ഇപ്പൊ റൈഡർ വേണു. കണ്ട ഹെൽമെറ്റ് ഒക്കെ കണ്ട? മനസ്സിലായിട്ടാ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? യുദ്ധത്തിന് വന്നത് എന്തിനാന്നാ? തവളനെ പിടിക്കാൻ.